തലസ്ഥാനത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അംഗമാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിക്കുന്നു, കേന്ദ്ര സഹമന്ത്രിയാകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും മണ്ഡലം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു 11 വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് നേടാനാകുമായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച മണ്ഡലങ്ങളിലൊന്നായിരുന്നു. സമ്പത്താണ് അവസാനമായി ഇടതുപക്ഷത്തിന് എം പി ആയി ആറ്റിങ്ങലിൽ നിന്ന് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വന്നത് അടൂർ പ്രകാശാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് അടൂർ പ്രകാശ് ആദ്യമായിട്ട് ആറ്റിങ്ങലിൽ നിന്ന് ജനവിധി നേടുന്നത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ 10ാമത്തെ മത്സരമാണിത്, അതായത് 10ാം തവണ. 1989 കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായിട്ട് മാവേലിക്കരയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് ഏകദേശം 27 വയസ്സാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രായം. വളരെ ചെറുപ്പകാലത്ത് തുടങ്ങിയതാണ്. കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി CA അരുൺകുമാറിന് ഏകദേശം 6 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ചത് മുതൽ ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയുടെ MP എന്ന് പറയുന്നത്. കഴിഞ്ഞ 15 വർഷമായി ആന്റോ ആന്റണിയുടെ കൈകളിലാണ് പത്തനംതിട്ടയുള്ളത്. ഇത്തവണ ചില അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആന്റോ ആന്റണി വിജയം സുനിശ്ചിതമാണ് എന്ന രീതിയിൽ തന്നെ പറയുന്നു. KC വേണുഗോപാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നതിനിടയിലാണ് ആലപ്പുഴയിൽ നിന്നും ആദ്യമായിട്ട് ജനവിധി നേടുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു, കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് ആലപ്പുഴയിൽ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ 3ാം തവണയാണ് ആലപ്പുഴയിൽ പരീക്ഷിക്കുന്നത്. പണ്ട് കാലം മുതൽ തന്നെ ഇടുക്കി എന്ന് പറയുന്നത് UDFൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നൊരു മണ്ഡലമാണ്. പലപ്പോഴും പല ഘട്ടത്തിലുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ LDFന് കീഴടക്കാൻ പറ്റാത്തൊരു മണ്ഡലം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് അത് തിരിച്ചു പിടിക്കാനുണ്ടായത്. LDF സ്വതന്ത്രനായിരുന്ന ജോയ്സ് ജോർജ് ആയിരുന്നു അന്ന് സ്ഥാനാർത്ഥി. എറണാകുളത്ത് MLA ആയിരിക്കുന്നതിനിടയിലാണ് ഹൈബി ഈഡനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ UDF തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസിന്റെ ആ തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. KV തോമസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യമടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഹൈബി ഈഡന് ആ സീറ്റ് കൊടുക്കുന്നത്. ഹൈബി ഈഡന്റെ അച്ഛൻ ജോർജ് ഈഡനും എറണാകുളത്തെ MP ആയിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം 3 തവണ അവിടുന്ന് മത്സരിച്ച് ജയിച്ച ആളുകൂടിയാണ്. KP ധനപാലൻ MP ആയിരുന്ന സമയത്താണ് അവിടെ പെട്ടെന്നൊരു മാറ്റം നടക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ PC ചാക്കോയ്ക്ക് മത്സരിക്കണം എന്നൊരാഗ്രഹം വരികയും PC ചാക്കോയെ മത്സരിക്കാൻ ഏൽപ്പിക്കുകയുമാണ്. പക്ഷെ PC ചാക്കോയെ നേരിടാൻ വേണ്ടി അന്ന് രംഗത്തെത്തിയത് LDF സ്വതന്ത്രനായി മത്സരിച്ച ഇന്നസെൻ്റ് ആയിരുന്നു. ഇന്നസെൻ്റ് PC ചാക്കോയെ മത്സരിച്ചുകൊണ്ട് അവിടെ ചെങ്കോടി പാറിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്നസെൻ്റ് 2ാം ഊഴത്തിന് ഇറങ്ങുന്ന സമയത്ത് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ദൗത്യത്തിൽ ബെന്നി ബെഹനാനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണവും മറ്റ് പരിപാടികളെല്ലാം നടക്കുന്നതിനിടെ ബെന്നി ബെഹനാൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായി. തുടർന്ന് ആ മണ്ഡലത്തിലുള്ള UDF MLA-മാരുടെ നേതൃത്വത്തിലാണ് ചാലക്കുടി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പ്രചരണം നടത്തിയത്. K മുരളീധരൻ്റെ കന്നി അംഗമല്ല തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പും K മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചിട്ടുണ്ട്. 2004 K മുരളീധരൻ തൃശ്ശൂരിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അന്ന് പക്ഷേ പരാജയത്തിൻ്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നു. പ്രധാന കാരണം എന്ന് പറയുന്നത് കോഴിക്കോടായിരുന്നു അദ്ദേഹം കൂടുതലും വിജയിച്ച മണ്ഡലം, പ്രവർത്തിച്ച മണ്ഡലം എന്ന് പറയുന്നത്. കേരളത്തിൽ എവിടെ മത്സരിച്ചാലും സ്വാധീനമുള്ള ശക്തിയുള്ള നേതാവ് എന്നൊരു ഇമേജ് K മുരളീധരനുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അവിടെ മത്സരിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ആളുകൂടിയാണ്. പാട്ടും പാടി ജയിക്കുക എന്നുള്ളതിൻ്റെ പര്യായമായിരുന്നു കഴിഞ്ഞ തവണ ആലത്തൂർ എന്ന് പറയുന്നത്. LDFൻ്റെ കയ്യിൽ കാലങ്ങളായിട്ടുള്ള സുരക്ഷിതമായ മണ്ഡലം. PK ബിജു ആയിരുന്നു അവിടെ MP ആയിട്ടുണ്ടായിരുന്നത്. വിജയം സുനിശ്ചിതമായിരുന്നു. എതിരാളികളില്ലാതെ തന്നെ LDF തേരോട്ടം നടത്തിക്കൊണ്ടിരുന്ന മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് എത്തി പാട്ടും പാടിയാളെ കയ്യിലെടുത്തിരുന്നു. പലപ്പോഴും കോൺഗ്രസോ UDFോ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലക്കാട്. DCC പ്രസിഡന്റായിരുന്ന VK ശ്രീകണ്ഠനെയാണ് മത്സരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചത്. പലപ്പോഴും ജയിക്കുമെന്ന് ശ്രീകണ്ഠൻ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസ് ക്യാമ്പുകളിൽ പോലും അതിൻ്റെ വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല. MK രാഘവൻ MP കാലങ്ങളായിട്ട് കോഴിക്കോടിൻ്റെ MP തന്നെയാണ്. രാഘവേട്ട എന്നാണ് സാധാരണക്കാരവിടെ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. ഇത്തവണ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. വടകര കാലങ്ങളായിട്ട് LDFൻ്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണയാണ് LDFൻ്റെ കയ്യിൽ നിന്ന് അത് K മുരളീധരൻ പിടിച്ചെടുക്കുന്നത്. ഇത്തവണ ഷാഫി പറമ്പിലിനെ ഇറക്കിക്കൊണ്ട് ആ ദൗത്യത്തിൽ വീണ്ടും മുന്നോട്ടുള്ള തേരോട്ടം തുടരാനാണ് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ. പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ദൗത്യവുമായിട്ട് ഇറങ്ങുന്നത് KK ശൈലജ തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നമ്മൾ കണ്ടത് വയനാട് നിന്നായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. മാത്രമല്ല കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ മത്സര രംഗത്തേക്ക് വരുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് 4ാമത്തെ അംഗമാണ്. 2 തവണ ജയിക്കുകയും 1 തവണ പരാജയപ്പെടുകയും ചെയ്ത ആളാണ് K സുധാകരൻ. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള മണ്ഡലത്തിൽ കാലങ്ങളായി കണ്ണൂർ എന്ന് പറയുന്ന മണ്ഡലം അത് UDFൻ്റെ കൈകളിൽ തന്നെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലെ പോരാട്ടം എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയണം. 1 തവണ
പി കെ ശ്രീമതി ടീച്ചറോട് മത്സരിച്ച് പരാജയപ്പെടുകയും ഒരു തവണ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വന്നതാണ്. LDFന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് കാസർഗോഡ്. ബേക്കൽ കോട്ട പോലെ ഉറച്ച കോട്ടയെ കണ്ട കാസർഗോഡേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് UDFന്റെ കടന്നുവരവുണ്ടാകുന്നത്. അതും രാജ്മോഹൻ ഉണ്ണിത്താൻ വഴി. കാസർഗോഡുകാരുടെ ഉണ്ണിച്ചയാണ് നിലവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ നഷ്ടപ്പെട്ടു പോയ പ്രതാപവും സീറ്റും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് LDF ക്യാമ്പ് സജീവമായ രംഗത്തേക്ക് ഇറങ്ങുന്നത്. തവണ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ വീറും വാശിയും ഓരോ മണിക്കൂറിലും നിർണായകമായിരിക്കും.